പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ലീന സ്റ്റാൻലി. ഞാൻ 2024 മെയ് 6 തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന സാക്ഷ്യം ഉടമ്പടിയിലേക്ക് വരാൻ ഉണ്ടായ കാരണമാണ്. ഇതിന് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ അമ്മയുടെ ഒരു നട്ടലിനുള്ള ഓപ്പറേഷൻ വഴിയാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അത് ചെയ്താൽ അമ്മച്ചിക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. അവർക്കൊരു ഉറപ്പുമില്ല, നമ്മൾ എഴുതി കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നതുകൊണ്ട് എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു എനിക്ക് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എഴുതി തന്നെ. ആൻറ്റി വർഷങ്ങളായിട്ട് ഉടമ്പടി എടുത്ത ഒരാളാണ്. ആൻറ്റി അപ്പോൾ ഉടനെ എനിക്ക് ഫോണിൽ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന അയച്ചു തന്ന് ഞാൻ മാതാവിനോട് പിറ്റേ ദിവസം 5:30 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, അമ്മേ ഞാൻ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ അമ്മച്ചിയെയും കൊണ്ട് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം. പക്ഷേ എൻ്റെ അമ്മച്ചി എനിക്ക് നീ തിരിച്ചു തരണം, ഓപ്പറേഷൻ സമയത്ത് യാതൊരു കുഴപ്പവും ഉണ്ടാകരുതെന്ന്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ച ഫലമായി അമ്മയെ എനിക്ക് തിരിച്ചു തരികയും ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് നന്ദി പറഞ്ഞ് മാതാവിനോട് വന്നു. പക്ഷേ ഉടമ്പടി എടുക്കാൻ എനിക്ക് ഭയമായിരുന്നു. കാര്യം എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ, ഞാൻ പാവിയാണ്, ഇവിടെ വന്ന് ഉടമ്പടി നിയമങ്ങൾ പാലിക്കാനും എടുക്കാനൊക്കെ എനിക്ക് സാധിക്കുമോ എന്നുള്ള ഭയം എന്നെ പലരെ അലട്ടിയിരുന്നു. എങ്കിലും ഉടമ്പടി എടുക്കാതെ തിരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും 5:30 പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുകയും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഏപ്രിൽ മാസം അച്ഛൻ ഇങ്ങനെ പറയും, നിങ്ങൾ ഉടമ്പടി എടുക്കാൻ ഭയപ്പെടേണ്ട, മാതാവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്ക്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി തരുമെന്ന്. അങ്ങനെ ഞാൻ മെയ് 2024 മെയ് 6 തീയതി വന്ന് ഉടമ്പടി എടുത്തു. ഇതാണ് എൻ്റെ ആദ്യ സാക്ഷ്യം. അടുത്തത് എൻ്റെ അപ്പച്ചൻ്റെ സ്ഥലത്ത് ഒരു റീസർവേ നടത്താൻ അപ്പച്ചൻ 2-3 പ്രാവശ്യം അവിടെ പോയി താലിക്ക് പോയി ഡേറ്റ് എടുത്ത്, പക്ഷെ നടന്നില്ല. അപ്പം ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി കൊണ്ടുപോയി അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി വിതരണം. അങ്ങനെ ചൊല്ലിയ ഒരു ഡേറ്റ് കിട്ടുകയും ആ റീസർവ് നടന്നു കിട്ടുകയും ചെയ്തു. അടുത്തതായത് എനിക്ക് ഏറ്റവും കൂടുതലൊരു ആഗ്രഹമാണ് ജപമാല റാലി പങ്കെടുക്കുക എന്നുള്ളത്. അതും എൻ്റെ ഹസ്ബൻഡുമായിട്ട് പങ്കെടുക്കുക എന്നുള്ളത് വളരെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ ആൾ വിദേശത്തായിരുന്നു. ഞാൻ പുള്ളിയോട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ വരാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ എന്നെ മാതാവ് അനുഗ്രഹിച്ചു. അടുത്തത് എൻ്റെ മകൻ്റെ കാര്യമാണ്. അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയതാണ്, പക്ഷേ പെട്ടെന്ന് ബസ് പിടിക്കുകയും അവൻ വീഴുകയും ചെയ്തു. അത് കണ്ടിരുന്ന കൊച്ചിനെ വിളിച്ചു പറഞ്ഞു, ആൻറ്റി അവനെന്തോ പറ്റിയിട്ടുണ്ട്, ആൻറ്റി ഓടിച്ചെല്ലുന്നു. അപ്പം ഞാൻ മാതാവേ നിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക്. അപ്പോൾ അവൻ കയറി വന്നു. അവന് വേറെ കൈ ഇച്ചിരി പൊട്ടിയതല്ല, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. രണ്ടാമത്തെ വീഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിൽ കോൺക്രീറ്റ് കെട്ടി ഇങ്ങനെ സ്റ്റെപ്പായിട്ടുള്ളതാണ്. ഇവൻ ഓടിക്കേറിയതാണ്. പെട്ടെന്ന് സ്ലിപ്പാകുകയും പക്ഷേ കൈയും മുട്ടും ഉരഞ്ഞതല്ലാതെ തലയെങ്ങും ഇടിക്കാതെ അവനെ മാതാവ് കാത്തുരക്ഷിച്ചു. ഈ 3 മക്കൾക്ക് ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് പുരട്ടി കൊടുക്കാറുള്ളതാണ്. അതുപോലെ തന്നെ അത് ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല. അവനൊരു അസുഖം ഉണ്ടായി, മഞ്ഞപ്പിത്തത്തിൻ്റെ സ്റ്റാർട്ടിങ്. ഒരു ദിവസം അവന് വയറ്റിൽ അസുഖം ഉണ്ടായി. അവൻ്റെ അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ട് കാണിച്ച് ആ ഡോക്ടർ മരുന്ന് കൊടുത്തു. പക്ഷേ അവന് കുറവില്ല. ഞാനപ്പം മാതാവിന് ഉപ്പും തൈലവും കൊടുത്തു. എന്നിട്ടും അവന് കുറയാതെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി മാതാവ് ഇവനെ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാനാണ് പറയണതെന്ന്. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറിനെ കൊണ്ട് കാണിച്ച്, അപ്പോൾ ഫാമിലി ഡോക്ടർ മരുന്ന് കൊടുത്തിട്ടും ആദ്യം കുറഞ്ഞില്ല. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥനകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യണമെന്നുള്ള തോന്നൽ വന്നു. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ അവന് മഞ്ഞപ്പിത്തം സ്റ്റാർട്ടിങ്ങേ ഉള്ളൂ, 15 ദിവസം മരുന്ന് കഴിച്ചാൽ മതി, അവന് സുഖമാകുമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് അവന് ഇത് കൂടിക്കഴിഞ്ഞ് പനിയോ എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ ഇവനെ ആശുപത്രി അഡ്മിറ്റാക്കും. ഞാനും എൻ്റെ മക്കൾ മാത്രമേ ബാംഗ്ലൂരുള്ളൂ. അഡ്മിറ്റാക്കിയ മാർച്ച് മാസമാണ് പരീക്ഷ നടക്കുന്നത്, മക്കളുടെ പരീക്ഷയെല്ലാം. എൻ്റെ മാതാവ് എന്നെ അതിൽ കാത്തു സംരക്ഷിച്ചു. അടുത്തായി പറയാനുള്ളത് ഞങ്ങളുടെ ബാംഗ്ലൂരിൽ സ്ഥലം വാങ്ങിച്ചിട്ട് ലീഗൽ ഒരു രേഖയാണ്. അത് 8 വർഷമായിട്ട് അതിൻ്റെ പുറകെ നടക്കുകയാണ്. ഞങ്ങൾ 20 ആൾക്കാർ കൂടി അത് ശരിയാക്കാൻ വേണ്ടി പഞ്ചായത്തിൽ ചെന്ന് അന്ന് പേപ്പർ കൊടുക്കണം. അന്ന് ഞാൻ മാതാവിനോട് ഒപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാൻ സമയമായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇടി സാക്ഷ്യം പറയുമ്പോൾ അത് കിട്ടിക്കാൻ അതും പറയണമെന്ന്. പക്ഷേ ഞാനത് വലിയ കാര്യം, ഞാൻ പറഞ്ഞു 20 പേര് കൂടി ചെയ്യണൊരു കാര്യത്തിന് സാക്ഷ്യം പറയേണ്ട കാര്യമുണ്ടോ, നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചത് എന്നുള്ള തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ പിറ്റേ ദിവസം പേയ്മെൻറ്റിന് ചെന്നപ്പോൾ 19 പേരുടെയും പേയ്മെൻറ്റ് ഓക്കെ, എൻ്റെ മാത്രം ക്യാൻസലായി. ഞാൻ സങ്കടപ്പെട്ടു. അവർ പറഞ്ഞു നാളെ വന്നാലേ ഇനി നടക്കുകയുള്ളൂ. പിറ്റേ ദിവസം ഞാൻ മാതാവിൻ്റെ ഉപ്പും ആയിട്ട് അവിടെ ചെന്ന് അത് അവിടെ ഇടുകയും ചെയ്ത് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന 7 വർഷം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആ പേയ്മെൻറ്റ് ഓക്കെ ആയി. ഇപ്പോൾ ഞങ്ങൾക്ക് ആ കാത്ത ലഭിക്കുകയും ചെയ്തു. ഇനി എനിക്ക് ഞാൻ കാർ ഓടിക്കുമായിരുന്നു.
പക്ഷേ 7 സീറ്റർ കാർ ഓടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് യാതൊരു പേടിയില്ല. എന്നും വണ്ടി ഓടിച്ച് ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. ഇനി എൻ്റെ ഹസ്ബൻഡ് കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സ്റ്റാൻലി. ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ജോലി ചെയ്യുന്നത് സൗദി റിയാദിലും. എനിക്ക് ആദ്യമായി സാക്ഷ്യപ്പെടുത്താനുള്ളത് അമ്മ മാതാവ് ചെയ്ത വലിയൊരു കാര്യമാണ്. എനിക്ക് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഫംഗ്ഷൻ പാർട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പോകുന്ന സമയത്താണെങ്കിലും കൂട്ടുകാർ കൂടുമ്പോഴൊക്കെ മദ്യപിക്കുന്നൊരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ഒത്തിരി മാറ്റം എൻ്റെ ജീവിതത്തിലുണ്ടായി. കുറേ ക്രമീകരണങ്ങളും കാര്യങ്ങളും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനുള്ളൊരു ടെൻഡൻസി, അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സ്ലോലി ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ മദ്യപിക്കുന്നതിൻ്റെ ആ ഒരു ടെൻഡൻസിയും ആഗ്രഹങ്ങളും പൂർണ്ണമായും മാതാവിൻ്റെ അടുത്ത് മാറ്റി. അവസാനത്തെ 1.5 വർഷമായി ഒത്തിരി പാർട്ടികളിലും ഫംഗ്ഷനിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എങ്ങും പോയി മദ്യപിക്കണമെന്നോ അങ്ങനെ ഒരു ചിന്ത പോലും മനസ്സിലില്ല. ഞാനിപ്പോൾ സൗദിയിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും എയർപോർട്ടിൽ പോകുമ്പോഴാണെങ്കിലും മദ്യപത്തിന് ആ കുപ്പി ഉപയോഗിച്ചിരിക്കുന്ന സെക്ഷനിൽ അങ്ങോട്ട് പോകാനേ എനിക്ക് മാതാവ് ഇടവരുന്നില്ല. എനിക്ക് എന്തോ ഭയങ്കര ഒരു അനുഗ്രഹമാണ് എനിക്ക് മാതാവ് വന്നിരിക്കുന്നത്. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ സൗദിയിലെ ജോലിയുടെ കാര്യമാണ്. അവിടെ എനിക്ക് കോൺട്രാക്ട് ജോലിയാണ് ആദ്യം കിട്ടിയത്. ഇപ്പോൾ 1 വർഷമായി. അതിനുശേഷം എനിക്ക് സാലറിയുടെ പ്രശ്നങ്ങളും പിന്നെ കമ്പനിയിൽ നിന്നുള്ള ബെനിഫിറ്റ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പെൻഡിങ് ആയി. ഞങ്ങൾ 5 പേരാണ് കോൺട്രാക്റ്റിലുള്ളത്. ഞങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ് സാലറിയുടേത്. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളായി കഴിയുമ്പോഴത്തേക്കും അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് കൃപാസനത്തിൽ ഉപ്പുണ്ട്, ഉടമ്പടി ഉപ്പുണ്ട്, അത് കൊണ്ടുപോയി ഓഫീസിൽ ഇട്ടിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആ ഉപ്പ് കൊണ്ടുപോയി ഞങ്ങളുടെ ഓഫീസിലൊരു ചെടിച്ചട്ടിയുണ്ട്, അതിനകത്ത് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ആ സമയത്ത് തന്നെ എനിക്ക് വേറെ 2 കമ്പനികളിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. 2 കമ്പനിയിലെയും ഓഫർ ലെറ്റർ 1 മാസത്തിനുള്ളിൽ 2 പേരും തന്നു. എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാ ഇൻ്റർവ്യൂ എല്ലാം ഈസി ആയിരുന്നു. ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലുകയും ഒരു ഇൻ്റർവ്യൂവിലെ സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതേസമയം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വരുന്നതിന് ശേഷം ഇപ്പം നിലവിലുള്ള കമ്പനിക്കാർ തന്നെ പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും അവർ സോൾവ് ചെയ്ത് അവർ ഇപ്പോൾ സാലറി ഓർഡറിലാക്കി എല്ലാ ബെനിഫിറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആക്കി നല്ല സ്റ്റെബിളായിട്ട് പോകുന്നുണ്ട്. അമ്മ മാതാവ് ചെയ്ത ഈ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. ഇപ്പോൾ വൈഫ് പറഞ്ഞ പോലെ കാത്ത ഞങ്ങളുടെ ബാംഗ്ലൂരിലെ ഫ്ലാറ്റാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ കാത്ത എന്ന് പറയുന്നത് നമ്മുടെ ഒരു രജിസ്ട്രേഷൻ പേപ്പറാണ്. സർക്കാരിൻ്റെ രേഖകളിൽ നമ്മുടെ പേരിലാണ് പ്രോപ്പർട്ടി എന്നുള്ളതിൻ്റെ ഒരു രേഖയാണത്. അപ്പോൾ അത് കിട്ടാനായിട്ട് ഒത്തിരി കടമ്പകളുണ്ട്. നമുക്ക് ഓഫീസിൽ ചെന്നാൽ നമുക്കത് പെട്ടെന്ന് കിട്ടത്തുമില്ല. ഒത്തിരി പ്രാവശ്യം ഓഫീസിൽ കയറി ഇറങ്ങുകയും അതിൻ്റെ പുറകെ ഞങ്ങളിപ്പോൾ 8 വർഷമായിട്ട് ഞങ്ങളെല്ലാം ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ലീവിന് വന്നപ്പോഴും പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച വരെ ശരിയായിട്ടില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ എന്നെ അങ്ങയുടെ പ്രതിഷ്ഠീനത്തിൻ്റെ സാക്ഷിയാക്കണമേ, എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ളത് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് അതിൻ്റെ പേപ്പർ എൻ്റെ കയ്യിൽ തരണം മാതാവേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഈ വരുന്നതിന് 2 ദിവസം മുമ്പ് ആ പേപ്പർ ശരിയായി. അത് ഓൺലൈൻ എനിക്ക് അതിൻ്റെ സോഫ്റ്റ് കോപ്പി കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒത്തിരി മാറ്റങ്ങളാണ്. പണ്ടെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഒത്തിരി മടുപ്പായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചാലും എത്ര രാത്രിയായാലും ഒരു കൊന്ത ചെല്ലാതെ ഞാൻ ഉറങ്ങാറില്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് സത്യം പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, എൻ്റെ ഭാര്യയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാനും ഉടമ്പടിയുടെ ഒരു ഭാഗമായി തീർന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞാനാണെങ്കിലും അവിടെയാണെങ്കിലും ഒത്തിരി പേർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുകയും പിന്നെ അവിടെ ജീസസ് യൂത്തിൻ്റെ ആക്റ്റീവ് മെമ്പറാണ് ഞാൻ. ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനത്തിനും ഞാൻ പള്ളിയിൽ കീബോർഡൊക്കെ വായിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ ലൈഫിൽ കുറേ ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ട്. പിന്നീടാണെങ്കിലും വീട്ടിലാണെങ്കിലും പ്രാർത്ഥനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല ഓർഡറായി. പിന്നെ ഒത്തിരി കാര്യങ്ങളായി ലൈഫിലാണെങ്കിലും എന്നെ സംബന്ധിച്ചോളം ഞാൻ പള്ളിയിലും പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും മാതാവിലുള്ളൊരു വിശ്വാസം ഒത്തിരി ശക്തമായി. എനിക്കിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്കൊരു ടെൻഷനുമില്ല. എവിടെ പോകണമെങ്കിലും, ഇപ്പോൾ എന്ത് ദൂരയാത്രയായാലും എന്ത് മീറ്റിങ്ങിലാണെങ്കിലും എവിടെ പോയാലും ഞാൻ മാതാവിനോട് നന്മ പറഞ്ഞു ചൊല്ലിയിട്ടാണ് ഞാൻ പോകുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് മാതാവ് എല്ലാം നല്ലോണം നടത്തുകയും നല്ലൊരു വിശ്വാസ ജീവിതം നയിക്കുവാൻ മാതാവിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ പത്രം വാങ്ങിച്ചുകൊണ്ട് പോവുകയും അത് ബാംഗ്ലൂരിലെ കന്നഡയും ഇംഗ്ലീഷും മലയാളം മേടിക്കും. മലയാളം ഞങ്ങളുടെ പള്ളികളിൽ തന്നെ കൊടുക്കും. ബാക്കി കന്നഡ പള്ളിയിലും ഇംഗ്ലീഷ് കുർബാനയിലെ സമയത്തും ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഓഫനേജിൽ പോകാറുണ്ട്. അവിടെ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ബുക്കിനും ഫുഡിനും കാശ് കൊടുക്കാറുണ്ട്. അത് ഓൾഡ് ഏജ് ഹോമിൽ പോകും ബാംഗ്ലൂരിൽ. അവിടെ അമ്മമാർക്കുള്ള മരുന്നുകളുടെ കാശ് ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെ വഴിയോരങ്ങളിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കച്ചവടക്കാർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ചെയ്യുന്നതിന് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയെല്ലാം മുടങ്ങാതെ കുടുംബ പ്രാർത്ഥനയെല്ലാം സാധിക്കുന്നു.
എല്ലാ ശനിയും വെള്ളി ശനിയും ഞങ്ങൾ നൊവേനയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ളൊരു ശീലമാണ്. വെള്ളി ശനിയും കൊന്ത ഇല്ലത്തില്ല. നൊവേന, വെള്ളിയാഴ്ച ഉണ്ണീശ്വര നൊവേന, ശനിയാഴ്ച മാതാവിൻ്റെ നൊവേന, ഇതേ ചെല്ലത്തുള്ളൂ. കൊന്ത ഇല്ലാൻ ഭയങ്കര മടിയായിരിക്കും എല്ലാവർക്കും. പക്ഷേ അതിപ്പോൾ ആ ശീലം ഈ ഉടമ്പടി എടുത്തത് മുതൽ വീട്ടിൽ എല്ലാ ദിവസവും കൊന്ത എല്ലാനും, അത് പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണെങ്കിൽ പോലും കൊന്ത എല്ലിയായിട്ടേ ഞങ്ങൾ കിടക്കാറുള്ളൂ. അതൊരു വലിയൊരു അനുഗ്രഹമാണ് കിട്ടിയത്. പിന്നെ എനിക്കുണ്ടായിരുന്ന ശീലം എന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞിലെ തൊട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലിരിക്കും. അപ്പം ഞാനിങ്ങനെ നടക്കുമ്പോഴൊക്കെ അതൊക്കെ ഇങ്ങനെ ഓർത്ത് അവരങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ചിന്തയായി. ഇപ്പം പക്ഷേ അതൊക്കെ ഉടമ്പടി എടുത്തത് മുതൽ അതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് മാറി. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് മക്കളെ ട്യൂഷനാക്കാൻ ഇറങ്ങുമ്പോൾ ജപമാല തുടങ്ങും. തിരിച്ച് വീട്ടിൽ വന്നവരെ ആ ജപമാല ചൊല്ലിക്കൊണ്ടുവരും. അങ്ങനെ മാതാവ് എനിക്ക് ഒത്തിരി ഒരു അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിനെല്ലാം 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 33:21. നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു, എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു. ലീനാമോൾ സ്റ്റാൻലിയും കുടുംബവും വലിയ സന്തോഷത്തോടെ ബാംഗ്ലൂരിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധാനത്തിലെത്തി കുടുംബത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച വിവിധ നന്മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി ആദ്യം സൂചിപ്പിച്ചത് അമ്മയ്ക്കുണ്ടായ രോഗാവസ്ഥ അതേറെ ഗൗരവമുള്ള വിഷയമായിരുന്നു. എന്നാൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ, ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്കത് വേഗത്തിൽ സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ സാധിച്ചു. അമ്മ സൗഖ്യം പ്രാപിച്ചു. ആ സമയത്ത് ശരിക്കും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മറ്റൊരു വ്യക്തിയിൽ നിന്നും നേടിയെടുത്ത് പ്രാർത്ഥിച്ച് വായിച്ച്, അതുപോലെ അച്ഛൻ്റെ ധ്യാനങ്ങൾ ഓൺലൈനായി കൂടിക്കൊണ്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അനുഗ്രഹമായതാണ് സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന്, വീടിൻ്റെ റീസർവേയുമായി ബന്ധപ്പെട്ട് വന്ന പ്രതിസന്ധി. പലതവണ അതൊന്ന് ശരിയാക്കിയെടുക്കാൻ നോക്കിയിട്ടും വയ്യാതിരുന്നപ്പോൾ വീണ്ടും അമ്മയുടെ ഇടപെടലിലൂടെ ആ റീസർവേ നന്നായി നടക്കുകയും ആ സ്ഥലസംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെടുക്കുവാൻ അപ്പച്ചന് ലഭിച്ച അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഉടമ്പടി ജീവിതത്തിലേക്ക് എത്തിയതിനു ശേഷം മകനുണ്ടായ ഒരു അപകടത്തിൽ യാതൊരു ക്ലേശവുമില്ലാതെ നിസ്സാരമായി വലുതായി വരേണ്ടത് നിസ്സാരമായി മാറുകയും സൗഖ്യം ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിക്ക് സ്റ്റാൻലി വിദേശത്ത് ജോലി ചെയ്യുന്ന നാളുകളിൽ ഉണ്ടായിരുന്ന മദ്യപാന ശീലം, അതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ വിടുതൽ ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം ബാംഗ്ലൂരിലുള്ള ഫ്ലാറ്റിൽ നടക്കുവാനുള്ള ആ പാതയുടെ പ്രത്യേകമായ അനുവാദം, എല്ലാവർക്കും കൂടി നേടുവാനുള്ളതിന് വന്ന തടസ്സം, അത് മാറിപ്പോവുകയും അതിൻ്റെ ഓതറൈസേഷൻ പേപ്പർ കുടുംബത്തിന് ലഭിച്ചതിനെയും ഉടമ്പടി പ്രകാരം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ ലഭിച്ച ആ അനുവാദത്തെയും പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തി. അതിനെല്ലാം ഉപരി ഈ കുടുംബത്തിന് ലഭിച്ച ആത്മീയമായ വളർച്ച, ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള കൃപ, ജപമാല മുടങ്ങാതെ ചൊല്ലുവാൻ വേണ്ടി ലഭിച്ച ശീലം, അതൊക്കെ ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഉടമ്പടി ജീവിതം ആത്മീയമായ കൂടുതൽ നന്മകളിലേക്ക് കുടുംബത്തെ നയിച്ചത്. അമ്മ മാതാവിനെക്കുറിച്ച് എല്ലാവരോടും പറയുവാൻ തീഷ്ണമായ സ്നേഹവും സന്തോഷവും ഈ കുടുംബത്തിന് ലഭിച്ചത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി അമ്മയുടെ അൾത്താരയിൽ നിൽക്കുമ്പോൾ പ്രത്യക്ഷീകരണത്തെ വിശ്വസിക്കുവാനും പങ്കുവയ്ക്കുവാനും ഈ കുടുംബത്തിന് ലഭിച്ച വിവിധങ്ങളായ എല്ലാ നന്മകളെയുമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അമ്മ മാതാവ് ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിക്കുന്നുണ്ട്. അത് തൊഴിലിടമാവട്ടെ, പഠന മേഖലകളാവട്ടെ, ഭൂമി സംബന്ധമായ വിഷയങ്ങളാവട്ടെ, കേസുകളാവട്ടെ, എത്ര നാൾ പരിശ്രമിച്ചിട്ട് ലഭിക്കാത്ത ചില അനുമതികളാവട്ടെ, ഓരോന്നിനും അമ്മ മാതാവ് ഇടപെടുകയും കൂടെ നിൽക്കുകയും തിരുക്കുമാരനിൽ നിന്ന് സമയ ചുരുക്കത്തിൽ ഓരോന്നും നമുക്ക് അനുവദിച്ച് നൽകുകയും ചെയ്യുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഒരുമിച്ച് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. ഈ കുടുംബത്തിന് ഓരോരുത്തർക്കും ലഭിച്ച ഓരോ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.